ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സമൂസ എഗ് പപ്സ് ആണ്. സമൂസയുടെ ഷീറ്റ് വെച്ചുണ്ടാകുന്നതുകൊണ്ടാണ് അതിന് സമൂസ എഗ് പപ്സ് എന്ന് പറഞ്ഞത്. സവാള ആദ്യം ഒന്ന് വാട്ടിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും മതി. 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സമൂസ ഷീറ്റ് ഒന്നിങ്ങനെയും ഒന്നങ്ങനെയും വെച്ച് കൊടുത്ത് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയ മസാലയും കൂടി വെച്ച് കൊടുത്ത് മുട്ടയുടെ പകുതിയും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ. അറ്റത്ത് കുറച്ച് മൈദ മാവ് കൂടി തേച്ച് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാത്തിലും ഫില്ലിംഗ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് എയർ ഫ്രയറിലും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ആട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിലി സ്നാക്സ് ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എനിക്കെന്തോ ഈ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത ഇത് ഒട്ടും അങ്ങനെ ഇഷ്ടമായില്ല. അങ്ങനെ എനിക്കുള്ളത് ഞാൻ ഓയിലാട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തത്. നെക്സ്റ്റ് കാണുന്നത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. കണ്ട ഒരമ്മ പെറ്റ മക്കളൊക്കെ തോന്നും, പക്ഷെ രണ്ടും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. അപ്പം ഇന്നൊക്കെ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ.